ഈശോയിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ 13ാമത്തെ ദിവസമാണിന്ന്. ഈ 12 ദിവസങ്ങളിലും പങ്കെടുത്ത പ്രാർത്ഥിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. കാരണം നിങ്ങൾ നൽകിയ സഹകരണവും പ്രാർത്ഥനയും പ്രോത്സാഹനമൊക്കെ ഒത്തിരി വിലയുള്ളതായിരുന്നു. ദൈവത്തിൻ്റെ ആ വചനത്തോട് നിങ്ങൾ കാണിച്ച താല്പര്യത്തെ സ്വർഗത്തിലെ ദൈവത്തെ സന്തോഷിപ്പിക്കാതിരിക്കില്ല. ദൈവവചനത്തിന് വേണ്ടി ദാഹിച്ച ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ ദൈവം കണ്ട നാടുകളായിരുന്നു ഇത്. ബൈബിൾ പറയുന്നില്ലേ, ദൈവത്തെ തേടുന്ന മനുഷ്യരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നോക്കുന്നു എന്ന്. അപ്പോൾ നമ്മളെയൊക്കെ കാണില്ലേ? നിങ്ങളെ കാണും. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനയെയും കാണും. നിങ്ങളുടെ വീടിനെ കാണും, നിങ്ങളുടെ നിലവിലെ സിറ്റുവേഷൻ കാണും, നിങ്ങളുടെ കണ്ണുനീര് കാണും, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയും. അവിടെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ദൈവം ക്രമപ്പെടുത്തും. നമ്മളിപ്പോൾ ഈ 13ാമത്തെ ദിവസം നമുക്കൊന്ന് പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ചേർത്ത് നിർത്താം. കുടുംബമായി നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓരോ മുറികളിലുള്ളവർ, നിങ്ങളുടെ അടുക്കള മുതൽ അതിൻ്റെ ഓരോ മുറികൾ, മുറ്റം, കയറി വരുന്ന വഴി എല്ലാം ദൈവിക സംരക്ഷണയിലേക്ക് കൊണ്ടുവന്നേ. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് മനസ്സുകൊണ്ടെങ്കിലും ചേർത്ത് നിർത്തിക്കേ. മനസ്സുകൊണ്ടൊക്കെ ദൈവം നിങ്ങൾക്ക് ആരെയൊക്കെ തന്നിട്ടുണ്ട്, അവരെല്ലാം ഒന്ന് ചേർത്ത് നിർത്തിക്കേ. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. ഈ നല്ല സമയത്ത് നിങ്ങൾ മാത്രമല്ല, 10,000-കണക്കിന് ആളുകൾ ഒരേപോലെ പ്രാർത്ഥിക്കുന്ന ഓരോ മിനിറ്റുമാണ്. അപ്പം അതിൻ്റെ കൂടെ ഇരിക്കാൻ കഴിയുന്നതൊരു ഭാഗ്യമല്ലേ? ആ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ഭാഗ്യമല്ലേ? പ്രിയപ്പെട്ടവരെ, ഒത്തിരി നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഈ വചനം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വന്നേച്ച് ഉറങ്ങിയിട്ടില്ല, എന്നാലും ആ വചനം ആ സമയത്ത് തന്നെ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു നേരം എടുത്തവരുണ്ട്, നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു മുട്ടയെ നിൽക്കുന്നവരുണ്ട്. ഇപ്പം ബൈബിൾ വായിച്ച് കയ്യിലെടുത്ത് പിടിച്ചു വെച്ചുകൊണ്ട് തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുളിച്ച് ഫ്രഷായി വന്ന് ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങി വന്നിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർക്കും. കൈക്കുഞ്ഞുങ്ങളുമായിരിക്കുന്നവർ തുടങ്ങി എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗമായി കട്ടിലേക്ക് കിടക്കുന്നവരുണ്ടാകാം, പ്രായമായ അപ്പച്ചൻ അമ്മച്ചിമാരുണ്ടാകാം, ഭർത്താവോ ഭാര്യയോ മരണം മൂലം വേർപിരിഞ്ഞു പോയവരുണ്ടാകാം, പല ദുഃഖങ്ങളും ചുമന്നുകൊണ്ട് നടക്കുന്നവരുണ്ടാകാം, കൈകാലുകൾക്ക് സ്വാധീനമില്ലാതെ ഇരിക്കുന്നവരുണ്ടാകാം, വീൽ ചെയറിൽ ഇരിക്കുന്നവരുണ്ടാകാം, നാളുകളായി മരുന്ന് കഴിച്ച് ജീവിക്കുന്നവർ, മരുന്നിൻ്റെ ബലത്തിൽ ജീവിക്കുന്നവരുണ്ടാകാം, ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം, വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്തവരുണ്ടാകാം, പഠിച്ചു ജോലി കിട്ടാത്തവരുണ്ടാകാം, പല പരീക്ഷകൾ എഴുതി പല പ്രാവശ്യം തോറ്റവരുണ്ടാകാം, വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനും ജോലിക്കുമായി പരിശ്രമിക്കുന്ന പല പരീക്ഷകളുടെ ഭാഗമായി മുന്നോട്ട് നീങ്ങുന്നവരുണ്ടാകാം. എല്ലാ നിയോഗങ്ങളെയും ഒന്ന് ചേർത്ത് വയ്ക്കുകയാണ്. എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് ഒരു നിമിഷം സാധിക്കുന്നിടത്തോളം എല്ലാവരും നന്ദി പറഞ്ഞൊന്ന് സ്തുതിച്ച്, നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച്. കർത്താവേ, ഈ ശുശ്രൂഷയിലൂടെ, ഈ പ്ലാറ്റ്ഫോമിലൂടെ, ഈ ഒരു മീഡിയയിലൂടെ വചനം കേൾക്കുന്ന ലോകത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും മാറ്റി നിർത്താതെ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് നൽകിക്കൊണ്ട് ഈ വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയുന്നു. ഈ കുടുംബത്തെ ഓർത്ത്, ഈ വ്യക്തിയെ ഓർത്ത്, ഈ മാതാപിതാക്കളെ ഓർത്ത്, ഈ യുവാക്കളെ ഓർത്ത്, ഈ കൈക്കുഞ്ഞിനെ ഓർത്ത്, ഈ കുഞ്ഞുങ്ങളെ ഓർത്ത്, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. വചനത്തിനു വേണ്ടി അവർ കൊടുക്കുന്ന ആ വില, ആ താല്പര്യം, ആ ഒരു ശ്രമം ദൈവമേ അനുഗ്രഹമുള്ളതാക്കി മാറ്റണമേ. ഇവരുടെ വീട് മുഴുവൻ സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് നിറയട്ടെ. നമ്മുടെ ഐഡന്റിറ്റി സ്നേഹിക്കുന്നതിലും നമ്മുടെ ഐഡന്റിറ്റി സഹകരിക്കുന്നതിലുമാകട്ടെ. നമ്മൾ എന്തിനാ മുൻപന്തിയിൽ നിൽക്കേണ്ടത്? പരസ്പരം സ്നേഹിക്കുന്നതിലും പരസ്പരം എൻകറേജ് ചെയ്യുന്നതിലും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതിലും പരസ്പരം നല്ലത് പറയുന്നതിലൊക്കെ മുൻപന്തിയിലെത്തട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ. നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. നിയോഗം എഴുതിയ ആ ഒരു പേപ്പർ, ഡയറി ആയിരിക്കാം, പേപ്പറായിരിക്കാം, അതെടുത്ത് ചേർത്ത് വെച്ച് നിയോഗ പ്രാർത്ഥന ചൊല്ലട്ടെ. ലക്ഷക്കണക്കിന് സ്വീകരിച്ച നിയോഗങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ദൈവം കണ്ട നിയോഗങ്ങൾ, ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് യേശുവേ, എളിമയോടും വിനയത്തോടും കൂടെ ഞങ്ങൾ പറയുന്നു, യേശുവേ, എൻ്റെ നിയോഗങ്ങളെ എല്ലാം സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരാം. എൻ്റെ കൂടെ ഒന്നും കൂടെ പറയാമോ? യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ അത് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. എന്നിട്ട് ആ നിയോഗത്തിൻ്റെ പേപ്പറിൽ വിശ്വാസത്തെ കുറിച്ചിൻ്റെ ഒരു അടയാളം വരച്ചൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എന്നെ സഹായിക്കണേ എന്നൊന്ന് പറഞ്ഞ്
ഒന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ എടുത്തുകൊണ്ട് വാ. എന്നിട്ട് ബൈബിൾ തുറന്ന് നമ്മൾ ഇന്നലെ കേട്ട വചനത്തിനൊരു ചെറിയൊരു അടുത്തൊരു ഭാഗം പോലെ കേൾക്കുക. 1 സാമുവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 14 മുതലുള്ള വാക്യമാ. നിയോഗത്തിൻ്റെ പേപ്പറും ആ അപ്പുറത്തെ താളിൽ ഇരിക്കട്ടെ. ഡയറി എടുക്ക്, പേന എടുക്ക്. ഒരുമിച്ച് ആ വചനം ഒന്ന് ശ്രദ്ധിച്ച് പ്രസക്തമായ ഭാഗം നോട്ട് ചെയ്യണം കേട്ടോ. ഇന്നലെ പറഞ്ഞത് എല്ലാവരുടെയും മുമ്പിൽ മാനിക്കുമെന്നാണ്. ചിലർ ചോദിക്കില്ലേ, ഓ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇപ്പം കിട്ടിയിട്ട് എന്താ ഗുണം? ദൈവത്തിൻ്റെ അനുഗ്രഹം ഇപ്പോൾ ഉണ്ടായിട്ട് എന്താ കാര്യം? പൈസ ഉണ്ടായിട്ടല്ലേ കാര്യമുള്ളൂ? പഠിച്ചിട്ടല്ലേ കാര്യമുള്ളൂ? എല്ലാം കാര്യമുണ്ട്. അതിനേക്കാൾ വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരാളിൽ വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റം. ശരീരത്തിലല്ല മാറ്റം, മനസ്സിലാ. അതായത് ഒരാൾ പാപ വഴിയിൽ നിന്ന് മാറി ദൈവ വഴിയിലാകുന്നത് ദൈവവചനത്തിലൂടെയാണ്. അത് ഈ ശുശ്രൂഷ നടക്കുന്നുണ്ട്. മാനസാന്തരങ്ങൾ നടക്കും. അത് വലിയ മാനസാന്തരമാണ്, വലിയ അത്ഭുതമാണത്. ഒത്തിരി അത്ഭുത മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ. വചനത്തിലേക്ക് വന്നേ. ദാവീദിനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പം ദാവീദിന്റെ ജോലി എന്തായിരുന്നു? ആടുമേയ്ക്കലാണ്. അനുഗ്രഹം വന്നപ്പം ആടുമേയ്ക്കൽ മേയിച്ചുകൊണ്ട് ആടിൻ്റെ പുറകെ പോയിരുന്ന മനുഷ്യൻ കൊട്ടാരത്തിലെത്തിയ റൂട്ട്. ഈ വ്യക്തി പിന്നീട് ആടുമേയ്ക്കാൻ പോയി എന്നല്ല, വേറൊരു വഴി ദൈവം അവിടെ കൊണ്ടുവന്നു. അനുഗ്രഹം വരുമ്പം ഉയർച്ചയ്ക്കുള്ള വഴി, മുന്നോട്ട് പോകാനുള്ള വഴി ദൈവം തെളിച്ചു കാണിച്ചു തരും. ഒരു വഴി അവിടെ ഉണ്ടാകും. നിനക്ക് ഉയരങ്ങളിലെത്താൻ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ദൈവം വച്ചിരിക്കുന്ന ഒരു ഇടമുണ്ട്. വായിച്ചേ 14-ാമത്തെ വാക്കിങ്ങനെ, കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. ആരാണ് സാവൂൾ? സാധാരണക്കാരനല്ല, രാജാവാണ്. നാട്ടിലെ ഏറ്റവും വലിയ രാജാവാണ്, രാജ്യം ഭരിക്കുന്ന സാവൂൾ. അപ്പോൾ സാവൂളിനൊരു വിഷമമുണ്ടായി. അവിടുന്ന് അയച്ചൊരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. അപ്പോൾ സാവൂളിന്റെ ഭൃത്യന്മാർ പറഞ്ഞു, ദൈവം അയച്ചൊരു ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കുന്നു, ആകയാൽ കിന്നരം വായിക്കുന്ന ഒരുവനെ അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് എവിടെ പോയിന്നറിയാമോ? അത് കൃത്യം ദാവീദിന്റെ അടുത്തെത്തി. അതായത് നോക്കൂ, ഇത്രയും നാൾ ആടിൻ്റെ പുറകെ നടന്നവൻ കൊട്ടാരത്തിൽ എത്താനുള്ള ഒരു റോഡ് അവിടെ ഉണ്ടാവുകയാണ്. കൃത്യം അവിടെ ഇത്രയും ആട് മേയിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ വന്ന് അഭിഷേകം ചെയ്തത്. പിന്നെ ആടിൻ്റെ പുറകെ പോയി എന്നല്ല, പിന്നെ നിലവാരം മാറുക. അപ്പോൾ 16-ാമത്തെ വാക്യം, ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കാൻ അങ്ങ് കൽപ്പിക്കണം. 17-ാമത്തെ വാക്യം, കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ തേടിപ്പിടിക്കാൻ സാവൂൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ബത്ലഹേംകാരനായ ജസ്സയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഭൃത്യരിൽ ഒരുവൻ പറഞ്ഞു. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ്. കർത്താവ് അവന്റെ കൂടെ ഉണ്ട്. 19-ാമത്തെ വാക്യം, സാവൂൾ ജസ്സയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട് ആട്ടിടയനായ നിന്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കൽ അയക്കുക എന്നറിയിച്ചു. ജസ്സ ഒരു കഴുതിയുടെ പുറത്ത് കുറെ അപ്പവും ഒരു പാത്രം വീഞ്ഞും ഒരാട്ടിൻകുട്ടി എന്നിവ കയറ്റി തൻ്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു. റൂട്ട് വേറൊരു വഴി തെളിയുകയാണ്. ഞാൻ ഈ വചനം പറയുമ്പോൾ സ്പീഡിൽ വായിച്ചു വിഷമിക്കരുത്. ഒരു വഴി തെളിഞ്ഞു. ദാവീദിന്റെ ഉയർച്ചയ്ക്കുള്ള ഒരു വഴി തെളിഞ്ഞവിടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള വഴി തെളിയിക്കുന്ന സമയം വഴി തെളിഞ്ഞു വരും. ഇത്രയും നാൾ ഈ വഴി ഇവിടെ ഇല്ലായിരുന്നു. പെട്ടെന്നൊരാവശ്യം വരിക, പെട്ടെന്ന് കാര്യങ്ങൾ മാറുക. ഒരാൾ വേണം, അത് ഇന്നയാൾ വേണം, ഇന്ന സ്വഭാവക്കാരനായിരിക്കണം, ഇന്നതുപോലെ വായിക്കാൻ അറിയണം. കൃത്യം ആ ആൾ അവിടെ എത്തി. ഇപ്പൊ നിൽക്കുന്നത് നമുക്കൊന്നും പെട്ടെന്ന് എൻട്രി ഇല്ല. കൊട്ടാരത്തിൽ മുഖ്യമന്ത്രിയുടെ സ്ഥലത്തോ പ്രധാനമന്ത്രി സ്ഥലത്തോ നമുക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുമോ? രാജാവ് അതേ പൊസിഷൻ ഇരിക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ 100 സെക്യൂരിറ്റി ഉണ്ട്, പല കടമ്പകൾ കടക്കണം, സെക്രട്ടറിമാരുണ്ട്, പല കാര്യങ്ങൾ കടന്നാലേ അവിടെ നിന്ന് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ദാവീദ് ഡയറക്റ്റ് എൻട്രി കിട്ടുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നപ്പം ആളുടെ ജീവിതത്തിൻ്റെ പുതിയ ഒരു അനുഗ്രഹത്തിലേക്കുള്ള വഴി തെളിഞ്ഞു. വചനം കേൾക്കാനൊന്നും മടിച്ചിരിക്കരുത് കേട്ടോ. വചനം കേൾക്കാൻ നിങ്ങൾ കേട്ടോ, ഞാൻ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. നിങ്ങളിത് കേട്ട് വിശ്വാസത്തിൽ എടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ള വഴി ദൈവം തെളിച്ചു തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി വേണോ? ദൈവം തെളിഞ്ഞു തരുന്നൊരു വഴി വേണ്ടേ? നിങ്ങൾ ബുദ്ധിയിൽ തെളിഞ്ഞ വഴിയിൽ അപകടമുണ്ട്. നിങ്ങളുടെ ബുദ്ധിയിൽ തെളിഞ്ഞ വഴിയിൽ ശത്രുക്കളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധിയുണ്ട്. ദൈവം തെളിക്കുന്ന വഴിയിൽ അതില്ല. ദൈവം അനുഗ്രഹത്തിലേക്ക് ഒരു വഴി തെളിച്ചു. ഇപ്പോൾ അടുത്ത വാക്യം, ആള് കൊട്ടാരത്തിലെത്തി. 21-ാമത്തെ വാക്യം,
ദാവീദ് സാവൂളിന്റെ അടുക്കലെത്തി, സേവനം ആരംഭിച്ചു. കൊട്ടാരത്തിൽ രാജാവിന്റെ അടുത്ത് വളരെ പേഴ്സണൽ സെക്രട്ടറി പോലെ ആൾ എത്തിക്കഴിഞ്ഞു. എത്ര ഇന്റർവ്യൂ നടത്തി പാസ്സായാലും അങ്ങനെ ഒരു ജോലിയൊക്കെ കിട്ടുക. ദാവീദ് അവിടെ എത്തി. അടുത്തൊരു വാക്കുണ്ട്, സാവൂളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടേണ്ട ആളുകളിൽ ചില ഇഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് അവിടെ. അതാണ് ദൈവം തെരഞ്ഞെടുത്തവനെ, ദൈവവചനം സ്വീകരിക്കുന്നവരെ ലോകം അംഗീകരിക്കും. ദൈവത്തിൻ്റെ കടാക്ഷമുള്ളവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഇഷ്ടപ്പെടേണ്ടവർ ഇഷ്ടപ്പെട്ടു. നോക്കി, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായതല്ലേ ആ ഇഷ്ടങ്ങളുടെ പിന്നിൽ പോലും ഉള്ളത്. അതായത് ഒരിഷ്ടം എങ്ങനെയാ? അങ്ങനെ അവനെ സ്നേഹിക്കാൻ രാജാവിൻ്റെ ഉള്ളിൽ തോന്നി. വേറൊരാളുടെ ഉള്ളിൽ തോന്നുവാണ് അവനെ കൂടെ നിർത്തണം, അവൻ്റെ കാര്യങ്ങൾ ഭംഗിയാക്കണം, അവൻ നല്ലവനാ. ഉള്ളിൽ നമുക്കൊരാളുടെ ഉള്ളിൽ കയറിയും തോന്നിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഒരുപക്ഷെ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല നിലയിലെത്തിയ ഒരാൾക്ക് നിങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് അവർക്കൊരു ജോലി കൊടുത്താലോ, അവനെന്നായി ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താലോ, നമ്മൾ വിചാരിക്കും എന്താ എനിക്ക് കിട്ടിയത്? ദൈവം തോന്നിപ്പിച്ചത് കൊണ്ടാണ് പലതും വരണത്. ദൈവം തോന്നിപ്പിച്ചു, ഇഷ്ടപ്പെട്ടു. ആരാ ഇഷ്ടപ്പെട്ടത്? രാജ്യത്തിന്റെ പരമാധികാരിയായ സാവൂൾ, കൊട്ടാരത്തിലിരിക്കുന്നവൻ ഇഷ്ടപ്പെട്ടു. ആടുമേച്ച് നടക്കുന്നവനെ ആരിഷ്ടപ്പെടുന്നാ പറയുന്നേ? ആടുമേച്ച് നടന്നവനെ അല്ല, ദൈവത്തിന്റെ അനുഗ്രഹം ജീവിതത്തിൽ വന്ന ഒരാളെ രാജാവ് പോലും ഇഷ്ടപ്പെട്ടു. നിങ്ങളോട് ആരാ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നും വിലയില്ലെന്ന്, ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവരെന്ന് എവിടെ എത്തിയാലെന്ന്? അനുഗ്രഹമുള്ളവന്റെ വഴികൾ തെളിഞ്ഞു വരും. അവൻ അതിലൂടെ കയറി അവന്റെ ജീവിതം രക്ഷപ്പെടും. അടുത്ത വാക്യം, ഇഷ്ടപ്പെട്ടു. ദാവീദ് അവന്റെ ആയുധവാഹകനായി, അവന്റെ പ്രധാനപ്പെട്ട ഒരാളായി ആ കൊട്ടാരത്തിൽ അങ്ങ് മാറി. എവിടെ കിടന്നവനാ നോക്കിക്കേ? ആടിന്റെ പുറകെ നടന്നവൻ ഇപ്പൊ രാജാവിന്റെ കൊട്ടാരത്തിലായിരിക്കുന്നത്. ഭക്ഷണ രീതി മാറി, കിടക്കുന്ന മുറികളുടെ ഭംഗി മാറി. ഇന്ന് റോട്ടിലൂടെ ദാവീദ് പോകുമ്പോൾ പലരും ഭയത്തോടെ നോക്കും, കാരണം കൊട്ടാരത്തിലെ ആളാണ്. പണ്ടിങ്ങനെയല്ലായിരുന്നു, നിലയും വിലയും മാറി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ നിലയും വിലയും മാറ്റുന്നത് ദൈവത്തിന്റെ കടാക്ഷമാണ് കുഞ്ഞെ. ദൈവത്തിന്റെ കടാക്ഷമാ. ഞാൻ പറയാറില്ല എപ്പോഴും, ഈ വചനം 10 പേർക്ക് അയച്ചു കൊടുക്ക്. എല്ലാവരോടും പറ, അവരുടെ കുഞ്ഞുങ്ങളും ദൈവ കടാക്ഷത്തിൽ വന്ന് ഇതുപോലെ അനുഗ്രഹത്തിലേക്ക് കയറി വരട്ടെ. ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കുള്ള വഴികളെ ദൈവം തെളിക്കും. ഇപ്പോൾ ഈ ശുശ്രൂഷ നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ പ്രിയപ്പെട്ടവർ? ഈ വചനം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നില്ലേ? ദൈവത്തിനാ എല്ലാ മഹത്വവും. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഒരു പ്രാവശ്യം ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു അച്ഛനോട് പറഞ്ഞു, നമുക്ക് ഇന്ന അച്ഛനെ നമ്മുടെ പള്ളിയിൽ ഒരു ധ്യാനം നടത്തിയാലോ? ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ പറഞ്ഞു. അപ്പോൾ ആ അച്ഛൻ ആ മനുഷ്യനോട് പറഞ്ഞു, പുള്ളിക്ക് ധ്യാനം നടത്താനൊന്നും അറിയത്തില്ല, അതിനുള്ള പ്രാപ്തിയൊന്നും ആയിട്ടില്ല എന്നാ വ്യക്തിയോട് പറഞ്ഞ് ചെറിയൊരു വഴക്ക് പറഞ്ഞ് ആ വ്യക്തി അങ്ങ് പതുക്കെ ശാസിച്ചു. ആ വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു, അച്ചു വിഷമമൊന്നും വിചാരിക്കരുത്, ഞാൻ ധ്യാനത്തിൻ്റെ കാര്യം ഇങ്ങനെ ഞാനൊന്ന് എൻ്റെ ഒരു ഇഷ്ടപ്രകാരം ചോദിച്ച്. അപ്പം അച്ഛൻ പറഞ്ഞ് ധ്യാനിപ്പിക്കാറൊന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ. ഇത് കേട്ടത് നിസ്സാരമാണ്, ഭയങ്കര ഒരു വിഷമം തോന്നി. അതിനുശേഷമാണ് നോക്കൂ, ലക്ഷക്കണക്കിന് ആളുകൾ 5:30 എഴുന്നേറ്റിരുന്ന്, അല്ലെങ്കിൽ ഒരു ദിവസം 6-7 ലക്ഷം പേര് വചനം കേൾക്കുന്ന ഒരു ശുശ്രൂഷ ദൈവം തന്നു ഉയർത്തി. ഒരു വഴി തെളിച്ചു തന്നില്ലേ? ഒരു വഴി തെളിച്ചു തന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഉയർത്താൻ ഒരൊറ്റ 10 മിനിറ്റത്തെ മെസ്സേജ് മതി. ദൈവത്തിന് ഉയർത്താൻ ഒരു ഇമെയിൽ മതി. ദൈവത്തിന് ഉയർത്താൻ ഈ വഴി മതി. കുഞ്ഞു വഴി നമ്മൾ ആദ്യം ഇത് കേൾക്കുമ്പോൾ ഓർക്കും, ഇതിലെ രക്ഷപ്പെടാനോ? ഇതോ? അത് മതി ദൈവത്തിന് അത്ഭുതമാക്കി മാറ്റാൻ. 5 അപ്പം എടുത്തു പിടിച്ചപ്പം എല്ലാവരും ചിന്തിച്ചാണ്, 5 ഈ 5 അപ്പമോ? അത് മതി 5000 ആകാൻ, അത് മതി മിച്ചം വരാൻ, അത് മതി സമൃദ്ധിയായി സംതൃപ്തി ഉണ്ടാകാൻ, അത് മതി. നമ്മുടെ ബുദ്ധിയിൽ പോരാ, ദൈവത്തിനത് മതി. ഇനി അടുത്ത വാക്യം കൂടെ വായിച്ചേ, 22ാമത്തെ വാക്യം. സാവൂൾ ജസ്സയുടെ അടുക്കൽ ആളയച്ച്, ദാവീദിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് അറിയിച്ചു. രാജാവ് ഒരാളെ വിളിച്ച് അപ്പനോട് പറയുകയാണ്, ദാവീദിനെ ഇനി അങ്ങോട്ട് വിടുന്നില്ല, ഇവൻ കൊട്ടാരത്തിൽ തന്നെ നിൽക്കട്ടെ. അനുഗ്രഹമുള്ളവനെ കൂടെ നിർത്തിയത് കണ്ടോ? ആരാ കൂടെ നിർത്തിയത്? പ്രൈം മിനിസ്റ്ററുടെ പദവിയിലിരിക്കുന്ന ഒരു ആള് ആട്ടിടയനായ ഒരുത്തിനെ കൂടെ നിർത്തുവോ? അനുഗ്രഹമുള്ളവനോട് പറയാണ്, ഇവനെ ഇനി ഇവിടെ വിടുന്നില്ല, ഇവൻ എൻ്റെ കൊട്ടാരത്തിൽ തന്നെ വേണം. ഇവൻ വന്നപ്പോൾ മുതൽ അനുഗ്രഹമുള്ളവൻ കൂടെ നിൽക്കുമ്പോൾ അത് വിവേകമുള്ളവൻ കളയില്ല.
അനുഗ്രഹോളം കൂടെ നിൽക്കുമ്പോൾ ആ ബന്ധം കളയില്ല. അനുഗ്രഹമുള്ള ദാവീദിനെ ചേർത്ത് നിർത്തി ശൗലിന് മനസ്സിലായി, ദൈവം ഇവൻ്റെ കൂടെയുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. ദൈവാനുഗ്രഹമുള്ളവൻ ഇപ്പോൾ ഇരിക്കുന്നത് കൊട്ടാരത്തിലാണ്. ഈ അപ്പന് വേറെ മക്കളുണ്ടായിരുന്നു, അവരൊക്കെ വലിയ വലിയ ആളുകളായിരുന്നു. അവരെയൊക്കെ ആദ്യം കൊണ്ട് നിരത്തി നിർത്തിയത്. അവരൊന്നും കൊട്ടാരത്തിലെത്തിയോ? ഇന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണമെങ്കിൽ, കൊട്ടാരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം വേണമെങ്കിൽ ആരെ സമീപിക്കും? ഈ സഹോദരന്മാരുടെ മുമ്പിൽ സഹോദരന്മാർ ചോദിക്കില്ലേ, മോനെ ദാവീദേ, എൻ്റെ ഒരു കാര്യം നീ ഒന്ന് പറയണം കേട്ടോ, ആ പേപ്പർ ഒന്ന് ശരിയാക്കി തരണം. ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിലാ ദാവീദിന്റെ സ്ഥാനം. പ്രിയപ്പെട്ടവരെ, ഈ വചനം സ്വീകരിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദാവീദിനെ പോലെ അനുഗ്രഹമുള്ളവനാകട്ടെ, ദൈവത്തിന്റെ കടാക്ഷമുള്ളവരായി മാറട്ടെ, നിങ്ങളുടെ വീട് അതിന്മേൽ അനുഗ്രഹമുള്ളതായി മാറട്ടെ. ദാവീദിനെ ഇഷ്ടപ്പെട്ടു എന്ന് അങ്ങനെ ഇഷ്ടപ്പെടാൻ തോന്നിപ്പിച്ചതാരാ? അത് ദൈവമാണ് അങ്ങനെ തോന്നിപ്പിച്ചത്. ഇവിടെ നിൽക്കട്ടെ, ഇനി തിരിച്ചു പോകണ്ട, നീ ഇവിടെ നിന്നോ, ആയുധവാഹന എൻ്റെ കൂടെ നിൽക്കണം, എൻ്റെ കൂടെ നിർത്തി. അത്രയും വില കൊട്ടാരത്തിലൊരു പ്രധാനപ്പെട്ട ആളായി മാറി. അനുഗ്രഹമുള്ളവൻ വളരും ഉയരും, അവൻ്റെ ഉയർച്ചയ്ക്കുള്ള വഴി ദൈവം തെളിച്ചു തരും. അതുകൊണ്ട് പിശുക്കും ഒന്നും കൂടണ്ട. ഈ വചനം കേൾക്കാൻ 10 മിനിറ്റ് പോയാലോ 2 മിനിറ്റ് മാറിയാലോ ചിന്തിക്കേണ്ട. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മേൽ വരുന്നൊരു അനുഗ്രഹമുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വചനത്തിനോട് ചേർത്ത് വെച്ച് അനുഗ്രഹത്തിൻ്റെ വഴി തെളിയട്ടെ. ദാവീദ് ആട്ടിടയനായി നടന്നവനാ. എന്നാ വഴിയാ, എന്നാ അറിയാ, എങ്ങനെ രക്ഷപ്പെടാനാ? പക്ഷെ ഇന്ന് ഇരിക്കുന്നത് കൊട്ടാരത്തിലാ. അതിനിടയിൽ എംടെക്കുണ്ടായിരുന്നോ, ബിടെക്കുണ്ടായിരുന്നോ? അതല്ല പഠിച്ചത്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ജീവിതത്തിൽ വന്നപ്പം ജീവിതത്തിൻ്റെ നിലയും വിലയും മാറി. ഇന്ന് ആടുമേയിച്ച് പറമ്പിലൂടെ നടന്നവൻ കൊട്ടാരത്തിൽ രാജകീയമായ ജീവിതമാണ് നയിക്കുന്നത്. രാജാവാ പറയുന്ന വീട്ടിലേക്ക് ഒരാളെ അയച്ച്, ദാവീദ് ഇവിടെ നിൽക്കട്ടെ, ഈ വ്യക്തി ഇവിടെ വേണം. നോക്കൂ, ഒരാളുടെ ജീവിതം മാറിയത് കണ്ടോ? ഒരാളുടെ ലൈഫ് മാറിയത് കണ്ടോ? ജീവിതം മാറും കേട്ടോ. ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകട്ടെ. നിങ്ങളൊരു വിശ്വാസിയായിരിക്കാം, വിശ്വാസം ഇല്ലാത്ത ഒരാളായിരിക്കാം, പക്ഷെ ഇത് നിങ്ങൾ വിശ്വസിക്കാതെ പോകരുത്. ഈ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഒരു അത്ഭുത വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നു. ദൈവ വഴികൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു. തടസ്സങ്ങൾ മാറുന്നു. ആ നിയോഗം ഇന്നലത്തേതുപോലെ തന്നെ 16-ാം അധ്യായത്തിൽ ഒന്ന് ചേർത്ത് വെച്ച് നിയോഗ പ്രാർത്ഥന ചെല്ലുകയാണ്. കർത്താവ്, ഇന്ന് കേട്ട വചനം ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ളൊരു വഴി ദൈവം അങ്ങ് തെളിച്ചതാണ്. ആടുമേയിച്ച പറമ്പിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് നോർമൽ ഒരു മനുഷ്യന്, ഒരു എംടെക്കാരനും പോലും കയറി ചെല്ലാൻ പറ്റില്ലാത്തൊരു വഴി. ആടുമേയിച്ചിരുന്ന വലിയ യോഗ്യതയൊന്നും എടുത്തു പറയാനില്ല, പക്ഷെ ഒരു യോഗ്യതയുണ്ട്, ദൈവത്തിൻ്റെ ഒരു കടാക്ഷം, ദൈവത്തിൻ്റെ എവിടെയോ ഒരു ബ്ലെസ്സിങ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ളവൻ കയറിപ്പോയി കൊട്ടാരത്തിലെത്തി. ഇതുപോലെ ഉയർച്ചയ്ക്കുള്ള വഴി തെളിച്ചു തരട്ടെ. പ്രിയപ്പെട്ടവർ, ഈ സന്ദേശം ഉണ്ടല്ലോ 10,000-കണക്കിന് ആളുകളിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒത്തിരി മേഖലകൾ തടസ്സം അനുഭവിക്കുന്നവരും വഴികൾ അടഞ്ഞവരുമുണ്ട്. ഈ വചനത്തിൻ്റെ ശക്തിയിൽ അവരുടെ ജീവിതത്തിൻ്റെ വഴികൾ ദൈവം തുറന്നുകൊടുത്ത് നിലയും വിലയും മാറും, സാഹചര്യം മാറും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ നിയോഗത്തിൻ്റെ പേപ്പർ ഞങ്ങൾ ഒരു നിമിഷം ഒന്ന് കൈകളിൽ ഒന്ന് എടുത്തു പിടിച്ച് 10,000 ലക്ഷങ്ങൾ ഒരുപോലെ എടുത്തു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അതിന്മേൽ കുരിശിൻ്റെ അടയാളം വിശ്വാസത്തിൽ വരച്ച് നിയോഗ പ്രാർത്ഥന ചെല്ലുകയാണ്. നിയോഗ പ്രാർത്ഥന എല്ലാ വ്യക്തികളെയും ചേർത്ത്, യേശുവേ, ഈ നിയോഗത്തെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാമോ? യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ. നിയോഗ പ്രാർത്ഥന 33 പ്രാവശ്യമാണ് ചെല്ലേണ്ടത്. ഈ ശുശ്രൂഷ കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ വചനത്തോട് ചേർത്ത് വെച്ച് ഈ വചനത്തിൽ ആ നിയോഗം വയ്ക്കുക. കുരിശു വരച്ച് വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു. നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, വെറുതെ പറയുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഈശോയുടെ നല്ലൊരു ആശീർവാദം നമുക്ക് സ്വീകരിച്ചാലോ? എല്ലാവരോടും ഇത് പറയണം, ഷെയർ ചെയ്യണം, പ്രാർത്ഥിക്കണം. നമ്മൾ ചിലർ ചോദിക്കും, എന്തിനാ ഷെയർ ചെയ്യുന്നത്? പിന്നെ എന്താ ഷെയർ ചെയ്യേണ്ടത്? ദൈവവചനമല്ലേ കൊടുക്കുന്നത്? അത് ദൈവത്തിൻ്റെ കടാക്ഷവും മുഖവും നോക്കിയാൽ മതി. പലരും പല കാര്യങ്ങളും പറയും. ദൈവത്തിൻ്റെ വചനം എല്ലാവരിലും എത്തട്ടെ. കാണാതെ അറിയാതെ ആരും പോകരുത്. ദൈവവചനം അറിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഓരോ മുറികളിലും, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തും, നിങ്ങളുടെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, തൊഴിൽ, പഠനമേഖല, ആരോഗ്യം എല്ലാത്തിൻ്റെ മേലും ഉണ്ടാകട്ടെ. നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിൽ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ആപത്തനർത്ഥങ്ങളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹമുള്ളതാകട്ടെ. നിങ്ങളുടെ വീട് ദൈവാനുഗ്രഹത്തിൽ നിറയട്ടെ.
നിങ്ങളുടെ അയൽവാസികളും നിങ്ങളുടെ കൂടപ്പിറപ്പുകളെല്ലാം തമ്മിൽ സ്നേഹവും ബന്ധവും ഉണ്ടാകട്ടെ. പരസ്പരം സ്നേഹിക്കുന്നവരായി മാറട്ടെ. പരസ്പരം എൻകറേജ് ചെയ്യുന്നവരാകട്ടെ. പരസ്പരം പ്രാർത്ഥിക്കുന്നവരാകട്ടെ. പരസ്പരം നല്ലത് പറയുന്നവരാകട്ടെ. നന്മ പറയുന്നവരാകട്ടെ. നിങ്ങളൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ പഠിക്കുന്ന ഓരോ വ്യക്തികളും അനുഗ്രഹമാകട്ടെ. പഠിച്ച് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അവരുടെ ഭാവി ദൈവം തുറന്നു കൊടുക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും നല്ല ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് നൽകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.